നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ 10th പ്രിലിമിനറി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ സീരീസാണ് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെയും അതുപോലെ തന്നെ SCRT ഒരു ചാപ്റ്ററിൻ്റെയും മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. 30 ചോദ്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ 30 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ഉത്തര ഓപ്ഷൻ എ ആണ് HC മുഖർജിയും VT കൃഷ്ണമാചാരി. HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. രണ്ടാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഏതാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് അയർലൻഡ്. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തര ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയത്തെയാണ് പ്രതിപാദിക്കുന്നത്? ഉത്തര ഓപ്ഷൻ ഡി ആണ് കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചാണ് 52ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഉത്തര ഓപ്ഷൻ എ ആണ് വനവും വൈദ്യുതിയുമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. ആറാമത്തെ ചോദ്യം, വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടവകാശം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് 1989 61ാം ഭേദഗതി. 1989 61ാം ഭേദഗതിയിലാണ് വോട്ടവകാശം 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സാക്കി മാറ്റിയത്. ഏഴാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഉത്തര ഓപ്ഷൻ സി ആണ് അശ്വിനി വൈഷ്ണവയാണ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി. എട്ടാമത്തെ ചോദ്യം, കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? അയോഗ്യത കൽപ്പിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഉത്തര ഓപ്ഷൻ എ ആണ് സ്പീക്കർക്കാണ് അധികാരമുള്ളത്. ഒമ്പതാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് 2002 ഭേദഗതിയിലൂടെയാണ്. 10ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും അതാണ് തെറ്റായിട്ടുള്ള ആർട്ടിക്കിൾ കേട്ടോ. 11ാമത്തെ ചോദ്യം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തര ഓപ്ഷൻ സി ആണ് പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്. 12ാമത്തെ ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചതെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയി. അപ്പോൾ ആ ദിവസത്തിന് 2 ദിവസം മുന്നേ നമ്മൾ ദേശീയ ഗാനത്തെ അംഗീകരിച്ചു.
13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ആർട്ടിക്കിൾ 14, അനുച്ഛേദം 14ലാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 14ാമത്തെ ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് എന്താണ്? ഓപ്ഷൻ സി ആണ് മാൻഡമസ്. മാൻഡമസ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലെ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലെ കൂട്ടിച്ചേർത്തത്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ 51A. ഏതാണ്? ആർട്ടിക്കിൾ 51A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 17ാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആമുഖം അല്ലെ. ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്. 18ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി അല്ലെ. ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസവുമായി അവകാശപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ് അല്ലെ. ശരിയാണ്. 14 വയസ്സ് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതും ശരിയാണ് അല്ലെ. 2002 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. മൂന്നാമത്തേത്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21B വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റാണ് അല്ലെ. ആർട്ടിക്കിൾ 21B ആണോ? ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും തെറ്റാണ് അല്ലെ. നമ്മൾ പറഞ്ഞു 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം മാത്രമാണ് ശരി. 20ാമത്തെ ചോദ്യം, സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് കേന്ദ്ര പാർലമെന്റിനാണ് അധികാരം. 21ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്ത ഏതെന്ന് കണ്ടെത്തുക. സവിശേഷതകളിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളത് തെറ്റാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അല്ലേ. 22ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലോട്ടറി ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത്. 24ാമത്തെ ചോദ്യം, തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 7 വർഷം. തുടർച്ചയായിട്ട് 7 വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കുന്ന ഒരു വ്യക്തിയുടെ പൗരത്വം
കേന്ദ്ര ഗവൺമെന്റിന് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. 25ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുമുള്ള അംഗം? ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് 17 മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുമുള്ള അംഗം ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ എ മുഹമ്മദ്. കെ എ മുഹമ്മദ് ആണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മലയാളി അംഗം. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അത് വകുപ്പ് 14 ഉൾപ്പെടുന്നത്. ബാക്കി 3 വകുപ്പ് 19 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് അല്ലെ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളുടെ വകുപ്പ് 19 പറയുന്നത്. ഇനി 27ാമത്തെ ചോദ്യം, സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആമുഖത്തിലാണ് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. 42ാം ഭേദഗതി ഏത് വർഷമായിരുന്നു? 1976. 1976 42ാം ഭേദഗതി അല്ലേ. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമേരിക്കയിൽ നിന്നാണ് നീതിന്യായ പുനരവലോകനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 324ാം വകുപ്പിലാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മുടെ 30ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം, ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരിയല്ലാത്തത്. അതായത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമാക്കി മാറ്റിയതെന്ന് പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. കാരണം 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശത്തെ നീക്കം ചെയ്തത്. ഇനി ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. അതും തെറ്റായ പ്രസ്താവനയാണ്. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നതും ശരിയാണ് അല്ലെ. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നില്ല. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കി 2ഉം തെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 30 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഉത്തരങ്ങളെല്ലാം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ സീരീസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അടുത്ത ദിവസം വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം.